നമസ്കാരം, ഞാൻ ജിജോ രാജകുമാരി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഓരോ ദുഃഖവെള്ളിയാഴ്ചയും കടന്നു വരുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ആബേലച്ചൻ്റെ പാട്ടുകളാണ് നിറയുന്നത്. പ്രിയപ്പെട്ട ആബേലച്ചൻ രചിച്ച കുരിശിൻ്റെ വഴിയാണ് വർഷങ്ങളായിട്ട് ക്രൈസ്തവ സഭ ഈ ദിനത്തിൽ ആലപിക്കുന്നത്. അതിവൈകാരികതയെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്ന ആബേലച്ചൻ്റെ രചനാ വൈഭവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അത്രമാത്രം നമ്മുടെയെല്ലാം ഹൃദയത്തിലേക്ക് ഉൾച്ചേരുകയാണ് കുരിശിൻ്റെ വഴി എന്ന ഈ പുസ്തകവും അതിലെ ഗാനങ്ങളും. നമ്മുടെയെല്ലാം നോവിൻ്റെ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ എല്ലാം ഒറ്റ പേരായി ക്രിസ്തു മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പിന്നിലെ കഥകൾ, ഈ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ചെറു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വരിച്ചവനെ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. നിൻ ദിവ്യ രക്തത്താലൻ പാപമാലിന്യം കഴുകണമേ ലോകനാഥ. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മയിൽ മലയാളികൾ ഈ ഗാനശകലങ്ങളും തുടർന്നുള്ള പ്രാർത്ഥനകളും ആലപിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിൽ അധികമായി. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെയുള്ള ക്രിസ്തുവിൻ്റെ അന്ത്യയാത്രയിലെ 14 മുഹൂർത്തങ്ങൾ ഗാനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആവിഷ്കരിക്കുന്നതാണ് കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥനാ ഗ്രന്ഥം. 1960കളിൽ കത്തോലിക്ക ആരാധനാ ഗ്രന്ഥങ്ങളും പ്രാർത്ഥനകളും സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താനും പരിഷ്കരിക്കാനും നിയുക്തനായ ഫാദർ ആബേൽ ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് കുരിശിൻ്റെ വഴിയും രചിച്ചത്. ഫാദർ ജോസഫ് മാവുങ്കൽ രചിച്ച ശ്രീവാപാതിയാണ് അതിനു മുൻപ് കേരളത്തിലെ സഭകൾ ദുഃഖവെള്ളി ആചരണത്തിന് ഉപയോഗിച്ചിരുന്നത്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്ന വചനത്താൽ ആബേലച്ചൻ ആ കണ്ണീര് തുടയ്ക്കുകയും ചെയ്യുകയാണ്. നിൻ കണ്ണുനീരാൽ കഴുകണമേ എന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം എന്നത് പതിതൻ്റെ പ്രാർത്ഥനയാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ആബേലച്ചൻ്റെ ഒരുപാട് ഗാനങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കലാഭവൻ എന്ന പ്രസ്ഥാനവും നിലകൊള്ളുന്നത്. ഫാദർ AC അന്തിക്കാട് രചിച്ച ഈശോയുടെ മണവാട്ടി കുരിശിൻ്റെ പിന്നാലെ എന്ന ഗ്രന്ഥത്തിലെ ഏതാനും ഭാഗങ്ങളുടെ സ്വാധീനം തൻ്റെ രചനയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഫാദർ ആബേൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എഴുതി പൂർത്തിയാക്കിയ ശേഷം ഇത് സഭയിൽ ഔദ്യോഗികമായി പ്രചരിപ്പിക്കുന്നതിന് എറണാകുളം അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പാറേക്കാട്ടിലിൻ്റെ അനുമതിക്ക് ആബേലച്ചൻ സമർപ്പിച്ചു. 1966 ഡിസംബർ 25 ആർച്ച് ബിഷപ്പ് ഇതിന് അനുമതി നൽകിയതോടെ ദേവാലയങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലും കുരിശിൻ്റെ വഴി ഔദ്യോഗിക പ്രാർത്ഥനാ ഗ്രന്ഥമായി. പിന്നീട് പലരും പീഡാസഹന പ്രാർത്ഥനകൾ പുറത്തിറക്കിയെങ്കിലും ആബേലച്ചൻ്റെ രചനയ്ക്ക് പകരമായില്ല എന്നു മാത്രമല്ല, വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഇതിലെ പ്രാർത്ഥനകൾക്കും ഗാനങ്ങൾക്കുമുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. 1967 ജനുവരിയിൽ തന്നെ കോട്ടയം മാന്നാനത്തെ സെൻറ് ജോസഫ് പ്രസ്സിൽ ഇതിൻ്റെ ആദ്യ പതിപ്പ് അച്ചടിച്ചു. ലളിതപദങ്ങളിൽ ഭക്തിയും ദർശനവും ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ചിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൽ. വിജയം, നിന്ദ, പരിഹാസം, തെറ്റിദ്ധാരണ, ഒറ്റപ്പെടുത്തൽ തുടങ്ങി നിത്യജീവിതത്തിലെ കയ്പുകളുടെ പരമാവധിയിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ സഞ്ചാരമാണ് കുരിശിൻ്റെ വഴി. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സങ്കടത്തിൻ്റെ നെരിപ്പോട് നെഞ്ചിൽ പേറുന്നവർക്ക് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സാധാരണക്കാരനായി ക്രിസ്തു, അവൻ്റെ സങ്കടത്തിൻ്റെ പേരായി ക്രിസ്തു മാറുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്ന വചനത്താൽ ആബേലച്ചൻ ആ കണ്ണീരെ തുടയ്ക്കുകയും ചെയ്യുന്നു. നിൻ കണ്ണുനീരാൽ കഴുകണമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം എന്നത് പതിതൻ്റെ പ്രാർത്ഥനയാവുകയാണ്. അവിശ്വാസികളുടെ ഹൃദയത്തിൽ പോലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പ്രതി ഒരു സങ്കടക്കടൽ പിറവിയെടുക്കുന്ന രസ പ്രക്രിയയാണ് കുരിശിൻ്റെ വഴിയിലെ ഗാനങ്ങൾ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.